അള്ളാഹ് പറയാണ് ഇന്ന ഫീ ദാലിക് ലആയാതിൻ ലിഉലിന്നുഹ. ഇന്ന ഫീ ദാലിക്, അതിൽ ഉണ്ട് എന്നാണ്. അതിൽ, ഏതിലുണ്ട്? ഈ ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചതിലുണ്ട്, അതിലുണ്ട്. ലആയാതിൻ, ആയാത്ത് പറഞ്ഞാൽ ദൃഷ്ടാന്തങ്ങൾ, ദൃഷ്ടാന്തങ്ങളുണ്ട്. ആർക്കുണ്ട്? ലിഉലിന്നുഹ. ലിഉലിന്നുഹ, നുഹ, നുഹ നമുക്ക് വന്നല്ലേ, അവിടെ വന്നോ, ഇതിൽ വന്നോ, താഹയിൽ വന്നോ? നുഹ എന്നത് നുഹിയ എന്നതിൻ്റെ ബഹുവചനാണ്. നുഹിയ, നുഹിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ നഹ എന്ന് പറഞ്ഞാൽ ഇപ്പം നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചു. വിരോധിച്ചു എന്നതിൽ നിന്നാണ് നുഹിയത്ത്. അതിൻ്റെ ബഹുവചനാണ് നുഹ. ഇവിടെ ഉദ്ദേശം അഖിലാണ്. എന്താ അഖിൽ? ബുദ്ധി, ഹിജ എന്ന് പറയും. ഒരു ഹദീസിലുണ്ട് ലിയലിനി മിൻകും ഉലുൽ അഹ്ലാമി വന്നുഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അബൂ മസ്ഊദിനിൽ അൻസാരി പറയാണ്, അബൂ മസ്ഊദിനിൽ അൻസാരി അൽ ബദരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ നിസ്കരിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ യംസഹു മനാകിബന, ഞങ്ങളുടെ ചുമലുകളിലൊക്കെ ഇങ്ങനെ തടവും, ചുമലിൽ തടവും. എന്നിട്ട് പറയും ഇസ്തവൂ വലാ ഫതഖ്തലിഫ ഖുലൂബുക്കും. ഇസ്തവൂ, നിങ്ങൾ സഫ് ശരിയാക്കി നിൽക്കണം. വലാ തഖ്തലിഫു, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. അങ്ങനെയായാൽ ഫതഖ്തലിഫ ഖുലൂബുക്കും, നിങ്ങളുടെ ഹൃദയങ്ങളും ഭിന്നിച്ചു പോകും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും ലിയലിനി മിൻകും, എന്നോട് അടുത്ത് നിൽക്കണം നിങ്ങളിൽ നിന്ന് ഉലുൽ അഹ്ലാം, ഹിൽമുള്ളവർ, വന്നുഹ, നുഹ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവരും. എന്താ ഹിൽമുള്ളവർ? ഹിൽമുള്ളതെന്നുണ്ടെങ്കിൽ അവധാനതയുള്ളവർ, സാവകാശമുള്ളവർ. അവിടെയും ഹിൽമ പറഞ്ഞാൽ ബുദ്ധി എന്ന് പറയാം. ഉലിൻ നുഹ, നുഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ബുദ്ധിയുള്ളവർ, ബുദ്ധി ഉറച്ചവർ ഇമാമിനോട് അടുത്ത് നിൽക്കണം എന്നാണ്. അതാണ് പണ്ഡിതന്മാർ പറയാണ്, ഇമാമിൻ്റെ തൊട്ട് ബാക്കിൽ കുട്ടികൾ നിൽക്കാൻ പാടില്ല. ചെറിയ കുട്ടികളെ കൊണ്ടിട്ട് ഇമാമിൻ്റെ ബാക്കിൽ നിർത്താൻ പാടില്ല. ഇമാമിനോട് ചേർന്ന് നിൽക്കേണ്ടതാരാണ്? ലി ഉലിന്നുഹ, ലി ഉലിൽ അഹ്ലാമി വന്നുഹ എന്നാണ്. ഹിൽമുള്ളവരും നുഹിയത്ത് അക്കലുള്ളവരാണ്. അതെന്തിനാ ഇമാമിനോട് ചേർന്ന് നിൽക്കുന്നത്? ആ ഇമാമിനെ ഉണർത്തി കൊടുക്കേണ്ട സന്ദർഭത്തിൽ ഉണർത്താൻ ഒക്കെ വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. അത് ഹദീസിൽ വന്നു. അവിടെ ഈ ഉലിൽ അഹ്ലാമി വന്നുഹ എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ വിഷയം. നുഹ എന്ന് പറഞ്ഞെങ്കിൽ ഉലിൽ അഖിൽ, ബുദ്ധിയുള്ളവർ. ഇപ്പം നഹ എന്നുള്ളതിൽ നിന്നാണ് നുഹ. അഖിലിന് എന്തിനാ അപ്പം നുഹ നഹി ഇതിന്ന് പദം വന്നത് എന്നാണ്? അഖിൽ തന്നെ എന്താണ്? അഖിൽ ഇഖാലിൽ നിന്നാണ്. ഷൂഫ്, അഖിൽ ഇഖാലിൽ നിന്നാണ്. ഇഖാൽ എന്താ? കെട്ടുകയറാണ്. ഒട്ടകത്തിനെ കെട്ടുന്ന കയറിനാണ് ഇഖാൽ എന്ന് പറയുന്നത്. ആ ഇഖാലാണ് ഇവിടെ തലിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നത്. എന്തിനാണ്? ഇത് പാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ബുദ്ധി പാറിപ്പോകാതിരിക്കാനല്ല, ചുമാക് പാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വെച്ചാണ് ഇഖാൽ. പിന്നെ ഈ അഖിൽഹ വതവക്കൽ എന്ന് പറഞ്ഞല്ലേ, ഒട്ടകത്തിന് കൊണ്ട് റസൂലുള്ളാഹിനോട് പറയാണ്, ഞാൻ ഇതിനെ വിടട്ടെ, തവക്കുലാക്കട്ടെ വെച്ചില്ല. ഇഖിൽഹ, ഒട്ടകത്തെ നീ കെട്ട്, ഇഖിൽഹ ബന്ധിക്കുക, വതവക്കൽ, എന്നിട്ട് തവക്കുലാക്ക്. അപ്പോൾ അതാണ് അതിനാണ് അഖിൽ വന്നത്. അഖിൽ എന്ന് പറഞ്ഞാൽ ബന്ധിക്കുക, തടഞ്ഞിടുക എന്നാണ്. നഹ, അതിൽ നിന്നാണ് നുഹ വന്നത്, നുഹിയത്ത്, അത് വിരോധിക്കുക, വിലക്കുക എന്നാണ്. ഇതൊക്കെ അഖിലിന് പേരാണ്. അഖിലാണ് എന്താ? തലച്ചോറ്, തലച്ചോറ്. എന്തുകൊണ്ട് തലച്ചോറിന് അഖിൽ, അതേപോലെ തന്നെ നുഹ, ഈ പേരുകൾ വന്നു? തലച്ചോറാണ് എന്ത് ചെയ്യണത്? മനുഷ്യനെ അനിഷ്ടങ്ങളിൽ നിന്നും അന്യായങ്ങളിൽ നിന്നും വിലങ്ങുന്നത്, തടുക്കുന്നത്, വിരോധിക്കുന്നത് ഉണ്ടോ? അതുകൊണ്ടാണ് ഈ ബന്ധിക്കുക. അപ്പം അഖിലാണ് ഒരാളെ നന്മയിൽ തളച്ചിടുക, അഖിലാണ് ഒരാളെ തിന്മയിലേക്ക് പോകാതെ തിന്മയെ തൊട്ട് വിലങ്ങുക. അതുകൊണ്ടാണ് ഈ പ്രയോഗങ്ങൾ ഈ ഒരു അവയവത്തിന് പേരിട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ടാണ് അഖിലിനോട് സംസാരിച്ചത്. ഒരു ഷാബ് വന്നിട്ട് വ്യഭിചാരത്തിന് അനുവാദം ചോദിച്ചപ്പോൾ, ഞാൻ വ്യഭിചരിക്കട്ടെ ചോദിച്ചപ്പോൾ, പിന്നെ അതർന്നാഹുലി ഉമ്മിക്ക്, നിൻ്റെ ഉമ്മയെ ചെയ്യണത് ഇഷ്ടമാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അല്ല എന്ന് പറയാണ്. അപ്പോൾ റസൂൽ പറയാണ് കദാലിക ഉമ്മഹാത്തുന്നാസ് എന്നോ. അതേപോലെ തന്നെ അതർല്ലാഹുലി ബിൻതിക്, അതർല്ലാഹുലി ഉഖ്തിക്. അപ്പോൾ അയാൾ സമ്മതിക്കണില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെഞ്ഞത്ത് ഇങ്ങനെ കൊട്ടിയിട്ട് പറയാണ്, ഇങ്ങനെ തന്നെയാണ് ഏതൊരു സ്ത്രീ അങ്ങനെയാണ്, ഒന്നുകിൽ ഉമ്മയാണ്, അല്ലെങ്കിൽ സഹോദരിയാണ്, മകളാണ്. ജനങ്ങളാരും അവരുടെ സ്ത്രീകൾക്കത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യണത് ഉണ്ടോ?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഭിസംബോധന ചെയ്തത് ആരോടാണ്? അഖിലിനോടാണ്. കാരണം അഖിലാണ് എന്ത് ചെയ്യുക, മനുഷ്യനെ ഇതിൽ നിന്നൊക്കെ തടയുക, പിടിച്ചു വെക്കുക എന്നുള്ളത് കൊണ്ടാണ് അത് പറഞ്ഞത്. ഏതായാലും ഇവിടെ ഈ നഹ വിരോധിച്ചു എന്നർത്ഥമുള്ള ഈ ക്രിയയിൽ നിന്നാണ് നുഹ, അതാണ് അഖിലിന് പേര്. അതേപോലെ തന്നെ അഖിൽ ഇഖാലിൽ നിന്നാണ് ഉണ്ടാവുക. ഇതേപോലെ തന്നെ ഈ ഹിജയും ഒക്കെ അഖിലിനുള്ള പേരാണ്. ഇതിന് അത് കണക്റ്റഡാണ് സംഭവം. ലഹും ഖുലൂബുൻ ലാ യഖിലൂന ബിഹ, അവർക്ക് കൽബുകളുണ്ട്. ലാ യഖിലൂന ബിഹ, ആ കൽബ് കൊണ്ട് അവരെന്ത് ചെയ്യണില്ല, ചിന്തിക്കണില്ല എന്ന് പറഞ്ഞില്ലേ. സംഭവം ഒന്നൊന്നിനെ പൂരിപ്പിക്കണ തന്നെയാണ്. പിന്നെ ഒരാളുടെ ചിന്ത മണ്ഡലം, ചിന്തിക്കാനുള്ള ഉപകരണം തലച്ചോറാണെങ്കിൽ ചിന്താ മണ്ഡലം അയാളുടെ കൽബ് തന്നെയാണ്. വിശുദ്ധ ഖുർആനിൽ ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹ, അവർക്ക് കൽബുകളുണ്ട്. ലാ യഫ്ഖഹൂന ബിഹ, ആ കൽബ് കൊണ്ട് അവർ ഗ്രഹിക്കണില്ല എന്ന് പറഞ്ഞില്ലേ. പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞില്ലേ, തർത്തീലിനെ കുറിച്ച് പറഞ്ഞില്ലേ, യത്ലൂനഹു ഹഖ തിലാവത്തിഹി, ഖുർആൻ ഹഖ തിലാവത്ത് പറഞ്ഞില്ലേ. എങ്ങനെ ഈ തിലാവത്ത് നടക്കണമെങ്കിൽ ആര് വേണമെന്നാണ്? ലിസാനും വേണം, പിന്നെ എന്ത് വേണം? ലിസാനും വേണം, കൽബ് വേണം, പിന്നെ അഖ്ല് വേണം എന്ന് പറഞ്ഞു. ഒരാൾ ഖുർആൻ ഓതുമ്പോൾ അത് തിലാവത്ത് ആകണമെങ്കിൽ എന്ത് വേണം? അതിൽ ലിസാനും പങ്കെടുക്കണം, കൽബും പങ്കെടുക്കണം, അഖ്ലും പങ്കെടുക്കണം എന്നാണ്. ലിസാൻ എന്ത് വേണം? ലിസാന് തസ്ഹീഹ് ചെയ്യണം അല്ലേ. അഖ്ൽ എന്ത് ചെയ്യണം? തഫ്സീർ ചെയ്യണം. കൽബ് എന്ത് ചെയ്യണം? തഅസ്സുറാകണം. അതേപോലെ തന്നെ തദക്കുർ, ഉത്ബുദ്ധമാകണം. ഒരാൾ ഖുർആൻ ഓതുമ്പോൾ നാവാണ് തസ്ഹീഹ് ചെയ്യേണ്ടത്, നാവാണ് ഓത്ത് ശരിയാക്കേണ്ടത്. തജ്വീദ്, മഖാരിജ്, ഇതൊക്കെ നാവാണ് ശരിയാക്കേണ്ടത്. തസ്ഹീഹ്, ഓത്തിൻ്റെ ശരിയാക്കേണ്ടത് നാവാണ്. പക്ഷേ ഓതുന്നതിനെ തഫ്സീർ ചെയ്യണം, അതിനെ തർജുമ ചെയ്യണം. അതാരാ ചെയ്യേണ്ടത്? അത് അഖ്ലാണ്. അഖ്ല് എന്ത് ചെയ്യണം? തഫ്സീർ ചെയ്ത് കൊടുക്കണം, തർജുമ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് സ്വാധീനം എവിടെ ഉണ്ടാകേണ്ടത്, മാറ്റം എവിടെ ഉണ്ടാകേണ്ടത്? കൽബിലാണ്. കൽബ് തഅസ്സുറാകണം, തദക്കുറാകണം. കൽബിൽ ചിന്ത വരണം, കൽബിൽ സ്വാധീനം ജനിക്കണം. അപ്പോഴാണ് ഒരാളുടെ ഓത്ത് എന്താകുക? തിലാവത്താകുക. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ല, അവിടുത്തെ നമ്മൾ ഫാത്തറിൻ്റെ തഫ്സീറിൽ പിന്നെ ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, തിലാവത്ത് അത് യത്ലൂനഹു ഹഖ തിലാവത്തിഹി എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇവിടെ നോക്കി, പാരായണം ചെയ്യാനുള്ള തിലാവത്തിൻ്റെ അവയവം നാവുമാണ്, കൽബുമാണ്, അഖ്ലുമാണ്. തിലാവത്തിൽ പാരായണം നടക്കണം, ഒപ്പം തർജുമ ചെയ്യണം, തഫ്സീർ ചെയ്യണം. അത് നിർവഹിക്കേണ്ടത് അഖ്ലാണ്. പിന്നെ പാരായണം ചെയ്തത് തർജമ ചെയ്തതനുസരിച്ച് മാറ്റങ്ങളും ചിന്തയും ഉടലെടുക്കേണ്ടത് എവിടെയാണ്? അത് കൽബിലാണ്. അപ്പോൾ ഒന്നൊന്നിനെ പൂരിപ്പിക്കുന്ന ഇതാണ് വിഷയം. കൽബും വേണം, അഖ്ലും വേണം. അഖ്ല് പ്രവർത്തിക്കണം, അത് കൽബിൽ സ്വാധീനിക്കണം എന്നുള്ളതാണ്. ഇന്ന ഫി ദാലിക ലആയാതിൻ ലിഉലിൻ നുഹ.